ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈട്രിക്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിക്കൻ ചുക്കയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സന്തോഷമായി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കനിൽ ഏത്തക്കായയും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ചെയ്യാറില്ല അല്ലേ? പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ചിക്കനാണ് ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഒരു ക്വാണ്ടിറ്റി തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ ഏത്തക്കായ ഞാനിവിടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, കാരണം നാടൻ ഏത്തക്കായായിരുന്നു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് തൊലിയൊന്നും കളയാതെ എടുത്തത്. നിങ്ങൾക്ക് തൊലി കളഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടിയിലാണ് ഇന്ന് നമ്മൾ ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടി വരുമൊന്നും വേണ്ട. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കിയതിന് ശേഷവും ചെയ്തെടുക്കാം. ഞാനിതിൽ കൂടുതൽ എണ്ണ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് എല്ലാം ഫസ്റ്റിലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇത്രയും വരെയുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു താളിപ്പ് പോലെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ കൂടുതൽ എണ്ണ യൂസ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് ഫസ്റ്റിലേ അങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യം പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എല്ലാം ഒരേ ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാലോ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഒരുപാടൊന്നും റോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ലെവലിൽ റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസുകൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള മസാലകളാണ്. അതായത് ഇതൊന്ന് റോസ്റ്റായ ശേഷം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലിയാണ്. പിന്നെ എരിവിന് നമ്മൾ കുരുമുളകാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും മസാലകളാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇനി നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും നിങ്ങൾ ഈ തരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസിനൊക്കെയും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് റോസ്റ്റ് ആയതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക.
ചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി നല്ലപോലെ കുക്കാവണം. തക്കാളി കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം ഈ തക്കാളിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് അങ്ങ് വറ്റിപ്പോവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഒരു 1/4 കപ്പ് വെള്ളം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ തക്കാളി വേവുന്നവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ഇളക്കിയിട്ട് നമ്മളൊരു 2 മിനിറ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത്തക്കായ ചേർത്ത് കൊടുക്കുക. ഏത്തക്കായ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ഏത്തക്കായ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ അടുത്ത ഐറ്റം ചേർക്കാൻ പാടുള്ളൂ. അതായത് ഇത് നല്ലപോലെ മിക്സാണ്. ഈ മസാലകളെല്ലാം ഏത്തക്കായയിലും കൂടെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇത് കുക്കായ ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അതായത് എല്ലാ സൈഡിലുള്ള മസാലകളും ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്. ഒരിക്കലും ഞാൻ ഫ്ലെയിം കൂട്ടുന്നില്ല. ഫ്ലെയിം കൂട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എപ്പോഴാണോ വെള്ളം ഒഴിക്കുന്നത് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നുള്ളൂ. അതുവരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വീണ്ടും ഒന്ന് 2 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ ചിക്കൻ ഒന്ന് ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് നല്ലപോലെ ചൂടായി വരണം. അതിന് ശേഷം മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം ഈ ഒരു ചിക്കനിൽ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റിൽ കുക്കായി കിട്ടില്ല. കാരണം ഇതിൽ ഏത്തക്കായയും കൂടെ ഇട്ട കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ വെളുത്തുള്ളി അല്ലി കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി അല്ലി തന്നെ ഒരു 8 അല്ലി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ സാധനം കുറവായതുകൊണ്ടാണ് ഞാൻ പേസ്റ്റും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 കപ്പ് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ട നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർക്കുമ്പോൾ ആദ്യം 1 കപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം ബാക്കി 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിൽ കറക്റ്റ് ഉപ്പെല്ലാം കറക്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തിളയ്ക്കുമ്പോൾ മാത്രം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. നല്ല തിളയായി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡും ഇളകുന്ന രീതിയിൽ അടിയിലൊക്കെ പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതായത് ഓരോ 2 മിനിറ്റിലും ഇതിൻ്റെ മൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇത് വേവുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത് നല്ല കുറുകി വന്നതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല ഗ്രേവിയോട് കൂടെ വേണമെങ്കിൽ കുറച്ചധികം വെള്ളം വെക്കുക. ഗ്രേവി കുറച്ചിട്ട് ഇത് നല്ല വരട്ടിയെടുക്കുന്ന ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇത് കുക്കായി എല്ലാം കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ ഇത്രയും തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ഇത് ഇനി ഒന്നും കൂടെ കുറുകും, കാരണം ഇതിൽ ഏത്തക്കായ ഇട്ട കാരണം ഒന്നും കൂടി ഇത് കട്ടിയാവും. പിന്നെ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വറ്റാനുള്ള സാധ്യത കൂടുതലാണിത്. അപ്പോൾ നമ്മളിത് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒന്നുകിൽ കൂടുതൽ ഗ്രേവി ആയിട്ടും എടുക്കാം, ഇല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.